ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ RSS നടത്തുന്ന അനധികൃത പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള കർശന ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ദേവസ്വം മന്ത്രിയുടെ പ്രതികരണം. KG ദിനകർ നൽകും വിവരങ്ങൾ. ദിനകർ, ഫേസ്ബുക്ക് പോസ്റ്റിൽ മന്ത്രി RSSനെതിരെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? മനു, സംസ്ഥാനത്തെ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ RSS ഉൾപ്പെടെയുള്ള സംഘടനകൾ നടത്തിവരുന്ന അനധികൃത പ്രവർത്തനങ്ങളെക്കുറിച്ച് നിരവധി പരാതികളാണ് ഇപ്പോൾ സർക്കാരിന് ലഭിച്ചു വരുന്നത്. മന്ത്രിക്ക് നേരിട്ടും ഇത്തരം പരാതികൾ ലഭിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന ആശങ്കകൾ അകറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നാണ് ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്. ക്ഷേത്രങ്ങൾ ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും കേന്ദ്രമാണ്. വിശ്വാസികളെ ക്ഷേത്രങ്ങളിൽ നിന്നും അകറ്റി ക്ഷേത്രങ്ങളെ ആയുധപ്പുരകളാക്കി മാറ്റാനാണ് RSS ശ്രമിക്കുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. RSS ശാഖയും ആയുധ പരിശീലനവും ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങൾക്ക് കീഴിൽ നടത്തിവരുന്നുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. നാടിൻ്റെ മതേതര സ്വഭാവവും സമാധാന അന്തരീക്ഷവും തകർക്കുന്ന ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങളായി ക്ഷേത്രങ്ങളെ മാറ്റാൻ അനുവദിക്കില്ല എന്നും അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നുണ്ട്. പ്രസ്തുത പരാതികൾക്ക് മേൽ അടിയന്തര നടപടികൾ സ്വീകരിക്കാനും അനധികൃത പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാനും കർശനമായ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാനത്ത് എമ്പാടും ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ കീഴിൽ വൈകുന്നേരങ്ങളിൽ ആയുധ പരിശീലനം ഉൾപ്പെടെ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരം പരിശീലനങ്ങൾ നടത്തുന്നുണ്ട് എന്ന പരാതികളാണ് വിവിധയിടങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. അതിന് തടയിടുന്നതിന് ശക്തമായ നടപടി സ്വീകരിക്കണം എന്നുള്ള ആവശ്യവും കടകംപള്ളി സുരേന്ദ്രനും ദേവസ്വം മന്ത്രിക്ക് ലഭിക്കുന്ന കത്തുകളിൽ ഉണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മനു, അതായത് ആചാരങ്ങളും വിശ്വാസങ്ങളും പാലിക്കേണ്ട സ്ഥലമാണ് ക്ഷേത്രങ്ങൾ. അവിടെ ഇത്തരത്തിൽ വർഗീയതയും വളർത്തുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ ശാഖകൾ പോലുള്ള കാര്യങ്ങൾ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയാൽ കർശന നടപടി ഉണ്ടാകും എന്നാണോ മനസ്സിലാക്കേണ്ടത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും? മനു, തീർച്ചയായും ഇത്തരം വാർത്തകൾ ഇതിനു മുൻപും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്തരം ചർച്ചകൾ ഇതിനു മുൻപും ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ മുൻപെങ്ങും ഇല്ലാത്ത വിധത്തിൽ ശക്തമായ രീതിയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ RSS സംഘടിപ്പിക്കുന്നു. അത് വർഗീയത വളർത്താൻ ഒരു നിമിഷം, ഇപ്പോൾ മന്ത്രി തന്നെ നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. മിനിസ്റ്റർ, എന്താണ് ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിലുള്ള പരാതികളുമായി ബന്ധപ്പെട്ട് RSSനെതിരെ? ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും ക്ഷേത്രങ്ങൾ RSSന്റെ പരിശീലന പുരകളായിട്ടോ ആയുധപ്പുരകളാക്കി മാറ്റുകയോ ചെയ്യുന്നതായിട്ടുള്ള സ്ഥിതിവിശേഷം ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പല രൂപത്തിലുള്ള പരാതികളും പല ക്ഷേത്ര വിശ്വാസികളിൽ നിന്നും സർക്കാരിന് ലഭിക്കുന്നുണ്ട്. ക്ഷേത്രോപദേശക സമിതി എന്നും ക്ഷേത്ര സംരക്ഷണ സമിതി എന്നും ഒക്കെ പറഞ്ഞാണ് ഈ ക്ഷേത്രങ്ങളിൽ കയറിപ്പറ്റി ക്ഷേത്ര പരിസരം പരിപാവനമായിട്ടുള്ള ഭക്തി നിർഭരമായിട്ട് നിൽക്കേണ്ടതായിട്ടുള്ള ക്ഷേത്ര പരിസരം ആയുധ പരിശീലനത്തിന്റെ കേന്ദ്രങ്ങളാക്കാനായിട്ട് ചിലയിടങ്ങളിലെങ്കിലും ഈ RSS സംഘം ശ്രമിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് അനുവദിക്കാൻ സാധിക്കില്ല. നിശ്ചയമായിട്ടും അത്തരത്തിലുള്ള എല്ലാ ആയുധ പരിശീലനം അടക്കമുള്ള RSSന്റെ പ്രവർത്തനങ്ങൾ ക്ഷേത്രങ്ങളിൽ നടക്കുന്നത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാനാവില്ല. ഒരു അമ്പലവും ഒരു ആരാധനാലയവും ഇത്തരത്തിലുള്ള ആയുധ പരിശീലന കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിനോട് യോജിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അക്കാര്യത്തിൽ കർശനമായിട്ടുള്ള നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും മിനിസ്റ്റർ, അതായത് ഈ ആരാധനാലയങ്ങൾ എന്ന് പറയുമ്പോൾ അത് വിശ്വാസികളുടെ പൊതുസ്വത്താണ്. അവിടെ ആചാരങ്ങളും വിശ്വാസങ്ങളുമാണ് പാലിക്കപ്പെടേണ്ടത്. അത് സംരക്ഷിക്കാനെന്ന വ്യാജേന ക്ഷേത്ര സംരക്ഷണ സമിതി അത്തരത്തിലുള്ള പേരുകളൊക്കെ പറഞ്ഞ് ഈ അമ്പലങ്ങളിൽ കയറിപ്പറ്റുകയും അവിടെ വർഗീയതയുടെയും മതഭ്രാന്തിന്റെയും വിത്തുകൾ വിതയ്ക്കുന്നു എന്ന തരത്തിലുള്ള പരാതികളാണോ നമുക്ക് ലഭിച്ചിരിക്കുന്നത്? അതെ, അവിടെ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഭക്തി താല്പര്യത്തോടു കൂടി അല്ലെങ്കിൽ ഭയഭക്തി ബഹുമാനത്തോടു കൂടി അമ്പലത്തേക്ക് സമീപിക്കുന്ന ആളുകളെ തങ്ങളുടെ വഴിയിലേക്ക് കൊണ്ടുവന്ന് അവരെ ആയുധധാരികളും ആയുധം പരിശീലിപ്പിച്ച് അവരെ സാമൂഹ്യ വിരുദ്ധന്മാരും ഒക്കെ ആക്കി മാറ്റുന്നതായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ചില അമ്പലങ്ങളിൽ നടക്കുന്നത്. പലയിടത്തും അതൊന്നും ആരും അനുവദിക്കുന്നില്ല. അങ്ങനെയുള്ള താല്പര്യങ്ങളുമായിട്ട് വരുന്നവരെ അമ്പല പരിസരത്ത് നിന്ന് തന്നെ ആളുകൾ ആട്ടി ഓടിക്കുന്ന ഒരു സ്ഥിതി പൊതുവെ കാണുന്നുണ്ട്. അതൊരു ശുഭോദത്തമായിട്ടുള്ള സംഗതിയാണ്. എന്നാൽ ചില സ്ഥലങ്ങളിൽ നല്ല സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ സംരക്ഷണ സമിതികൾ എന്നുള്ള വ്യാജേന അമ്പലത്തിനകത്ത് കടന്നുകൂടി അമ്പലം തങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മേഖലയാക്കി മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷം. അതാണ് പല ഭക്തരും തങ്ങൾക്ക് അമ്പലത്തിൽ പോകാനായിട്ട് സാധിക്കുന്നില്ല, അവിടെ RSSന്റെ ആയുധ പരിശീലനവും അത് RSSന്റെ ഒരു നീക്കമൊക്കെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതികളുമായിട്ട് രംഗത്ത് വരുന്നത്. അത്തരം പരാതികളെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഗവൺമെന്റ് നോക്കുകയാണ്.
ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ള ഒരമ്പലങ്ങളിലും അത്തരത്തിലുള്ള ഒരു അനാശാസ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളും അനുവദിക്കുന്നതല്ല. മറ്റേതെങ്കിലും ആരാധനാലയങ്ങളും അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടതാകട്ടെ, ഒരു മതവിഭാഗത്തിന്റെയും ആരാധനാലയങ്ങൾ ഒരു കാരണവശാലും ആയുധ പരിശീലന കേന്ദ്രങ്ങളാക്കാൻ ഗവൺമെന്റ് സമ്മതിക്കുന്ന പ്രശ്നമേ ഇല്ല. അത്തരം എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അക്കാര്യത്തിലും കർശനമായിട്ട് നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും മിനിസ്റ്റർ, ഇവിടെ എന്ത് തരത്തിലുള്ള നടപടികളായിരിക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോവുക? ഇപ്പോൾ കാരണം താങ്കൾ പറഞ്ഞതുപോലെ ചില സ്ഥലങ്ങളിൽ ഈ RSSന്റെ ശക്തി കേന്ദ്രങ്ങളുണ്ട്. അവിടെ നമ്മൾ ഇത്തരത്തിലുള്ള നടപടികളുമായി ചെല്ലുമ്പോൾ ഒരു പക്ഷേ ഈ വിശ്വാസികളെ ഇളക്കിവിട്ട്, അതായത് അമ്പലത്തിനെതിരെ അല്ലെങ്കിൽ വിശ്വാസികൾക്കെതിരെ ആക്രമണം തീർക്കുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രതിരോധം ഇവർ ഉണ്ടാക്കാൻ സാധ്യതയില്ലേ? അത് സർക്കാർ മുൻകൂട്ടി കാണുന്നില്ലേ? ഇല്ല, യഥാർത്ഥത്തിൽ ഒരു ദൈവവിശ്വാസിയും ആരാധനാലയങ്ങളെ, പവിത്രമായിട്ടുള്ള ഈ സ്ഥാനങ്ങളെ ഇത്തരത്തിലുള്ള ആയുധ പരിശീലന കേന്ദ്രങ്ങളാക്കുന്നതിനെ അനുകൂലിക്കുന്നില്ല. എവിടെയും അനുകൂലിക്കുന്നില്ല. ചില സ്ഥലങ്ങളിൽ മുഷ്കുപയോഗിച്ച് പാവപ്പെട്ട വിശ്വാസികളെ ക്ഷേത്രത്തിന്റെ പരിസരത്തു നിന്നും അകറ്റി നിർത്തി അവിടെ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമമാണ് RSSകാർ നടത്തുന്നത്. അത്തരം ഇടങ്ങളിൽ നിശ്ചയമായിട്ടും ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള അമ്പലങ്ങളാണെന്നുണ്ടെങ്കിൽ ദേവസ്വം അക്കാര്യത്തിൽ ഇടപെടുക തന്നെ ചെയ്യും. അതിനാവശ്യമായിട്ടുള്ള സംരക്ഷണം ഗവൺമെന്റ് കൊടുക്കും. ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നീതിന്യായ വ്യവസ്ഥയും സംവിധാനങ്ങളുമുണ്ട്. ആ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ചെയ്യും. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും സുപ്രീം കോടതിയും തന്നെയും ഇതിനു മുമ്പ് പല സന്ദർഭങ്ങളിലും അമ്പലങ്ങളും ആരാധനാ കേന്ദ്രങ്ങളും ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ആയുധപ്പുരകളോ അല്ലെങ്കിൽ ആയുധ പരിശീലന കേന്ദ്രങ്ങളോ മുഷ്ക് കാണിക്കാൻ ഇടയാകുന്ന തരത്തിലുള്ള കൂട്ടം കേന്ദ്രീകരിക്കുന്ന സ്ഥലങ്ങളോ ആകാൻ വേണ്ടി പാടില്ല എന്ന കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളതും ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നിയമവാഴ്ച ഉറപ്പാക്കാൻ ബാധ്യതയുള്ള ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയിൽ തന്നെ ഭക്തർക്ക് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ ഇത്തരം കൊള്ളരുതായ്മകളെ കർശനമായിട്ട് നേരിട്ട് അത് കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും വളരെയധികം നന്ദി മിനിസ്റ്റർ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഈ അവസരത്തിൽ ഏതായാലും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ തുടർന്നുണ്ടായ വാർത്തയിൽ തന്നെയാണ് മിനിസ്റ്റർ പ്രതികരണം വന്നിരിക്കുന്നത്. കർക്കശമായ നിലപാടുകൾ, അതായത് ദേവസ്വം ബോർഡിലെ അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട് RSS ആയുധം സൂക്ഷിക്കുക, വർഗീയത വളർത്തുക തുടങ്ങിയ നടപടികളുമായി പോയാൽ കർശനമായ നടപടികൾ ഉണ്ടാകുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. ദിനകർ ഒരിക്കൽ കൂടി ചേരുന്നു. ദിനകർ, അതായത് ഇത്തരത്തിൽ ദേവസ്വം ബോർഡിൻ്റെ അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട് RSSകാരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നുവെന്ന് പരാതികൾ കിട്ടിയിട്ടുണ്ടെന്ന് മന്ത്രി നേരിട്ട് വ്യക്തമാക്കിയിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് കർശനമായ നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ്. മനു, തീർച്ചയായും ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിൽ RSS തങ്ങളുടെ നിലപാടുകൾക്കനുസരിച്ച് തങ്ങളുടെ നിലപാടുകൾ നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തുന്നു. അതോടൊപ്പം തന്നെ ചില ക്ഷേത്രങ്ങൾ ആയുധപ്പുരകളാക്കി മാറ്റാനുള്ള ശ്രമങ്ങളും ഇവർ നടത്തുന്നു എന്നുള്ളതാണ് പൊതുവെ ഉയർന്നു വരുന്ന ആക്ഷേപം. അത്തരത്തിൽ നിരവധി പരാതികൾ മന്ത്രിക്ക് ലഭിക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ RSS ക്ഷേത്രങ്ങളെ ആയുധപ്പുരകളാക്കി മാറ്റാൻ ഉള്ള ശ്രമം, RSSൻ്റെ ശ്രമം അംഗീകരിക്കാൻ കഴിയുകയില്ല. വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് RSSൻ്റെ ഇത്തരം നിലപാടുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. മനു, ഒരുപക്ഷെ മന്ത്രി പറഞ്ഞതുപോലെ ഇവിടെ RSS സ്വീകരിക്കാൻ പോകുന്ന ഒരു പ്രതിരോധം എന്ന് പറയുന്നത് അവർക്ക് ശക്തിയുള്ള കേന്ദ്രങ്ങളിൽ അവരുടെ ആശയങ്ങളിൽ വിശ്വസിക്കുന്നവരെ അണിനിർത്തി ഇത് അമ്പലത്തിന് നേരെയുള്ള ഒരു ആക്രമണമാണ് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് നേരെയുള്ള നടപടിയാണ് എന്ന രീതിയിലുള്ള പ്രതിരോധമായിരിക്കും അവർ സ്വീകരിക്കാൻ പോവുക, അല്ലേ ദിനകർ? തീർച്ചയായും മനു, ആ രീതിയിൽ നമുക്ക് അതിനെ കാണേണ്ടി വരും. കാരണം അത്തരത്തിൽ നടപടി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വിശ്വാസികളെ അവർ ഇളക്കിവിടാറുള്ള സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അത്തരം രീതിയിലേക്കൊന്നും പോകാൻ ഉള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ശക്തമായ രീതിയിൽ, വളരെ കൃത്യമായ രീതിയിൽ തന്നെയായിരിക്കും സർക്കാർ ഇക്കാര്യത്തിൽ, ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ ഇടപെടുക എന്ന് മന്ത്രി തന്നെ വിശദീകരിച്ചു കഴിഞ്ഞു. എന്തായാലും വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും നിരവധിയായ പരാതികളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്രിക്ക് നേരിട്ടും അല്ലാതെയും ഒക്കെ പരാതി ലഭിക്കുന്നുണ്ട്. ആ പരാതിയുടെ കൂടി അടിസ്ഥാനത്തിലാണ്, വിശ്വാസികളിൽ നിന്നും ലഭിക്കുന്ന പരാതിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് നീങ്ങുന്നത് എന്നാണ് ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തന്നെ വ്യക്തമാക്കുന്നത്. അതായത് ഈ അമ്പലങ്ങൾ അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ എന്ന് പറയുന്നത് അത് സമൂഹത്തിൻ്റെതാണ്, വിശ്വാസികളുടേതാണ്. അവിടെ ഒരു സംഘടനയുടെയും ആശയങ്ങൾ കുത്തിവെക്കേണ്ട ആവശ്യമില്ല. അവിടെ ഇത്തരത്തിലുള്ള ശാഖകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ട ആവശ്യകതയുമില്ല. ഇത് മന്ത്രി പറഞ്ഞതുപോലെ നേരത്തെ പല സാഹചര്യങ്ങളിലും വ്യക്തമാക്കിയിട്ടുള്ളൂ. പക്ഷേ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിൽക്കുമ്പോഴും തങ്ങളുടേതായ ആശയങ്ങൾ ഈ വരുന്ന വിശ്വാസികളിലേക്ക് അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളിലേക്ക് പകരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നത് സാധാരണക്കാരനായ ഇത്തരം ആശയങ്ങളിൽ വിശ്വസിക്കാത്ത ഭക്തന്മാർക്ക് അല്ലെങ്കിൽ വിശ്വാസികൾക്കാണ്. അതാണ് ഇവിടെ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നവും.
മനു, തീർച്ചയായും RSS തങ്ങളുടെ ആശയങ്ങൾ ക്ഷേത്രങ്ങൾ വഴി പ്രചരിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അത് പണ്ട് മുതൽ തന്നെ നടത്തി വരികയും ചെയ്യുന്നുണ്ട്. അത് ഇപ്പോൾ കൂടുതൽ വ്യാപിപ്പിക്കുന്ന, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ കൂടി അവർ വ്യാപിപ്പിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നിരവധി പരാതികൾ ഇപ്പോൾ ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ പല ക്ഷേത്രങ്ങളും ആയുധശാലകളാക്കി, തങ്ങളുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള നീക്കങ്ങളും അവർ നടത്തുന്നു. അത്തരത്തിലുള്ള പല കേന്ദ്രങ്ങളും ഇപ്പോൾ നിലവിലുണ്ട് താനും. അത്തരത്തിൽ കൃത്യമായ ചില അറിവ് അല്ലെങ്കിൽ വിവരങ്ങൾ സർക്കാരിന്, ദേവസ്വം ബോർഡിന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷെ ഇത്തരത്തിലൊരു ശക്തമായ നിലപാടിലേക്ക് സർക്കാർ, ദേവസ്വം ബോർഡ് നീങ്ങുന്നത് എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. നിരവധി വിശ്വാസികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതികൾ, RSSൻ്റെ ഇത്തരം പരിശ്രമങ്ങൾക്കെതിരെ പരാതി നൽകുന്ന ഒരു സാഹചര്യം കൂടി ഉടലെടുത്തിരിക്കുന്നു. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നടപടിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അതായത് ഈ ഭക്തന്മാരെയും വിശ്വാസികളെയും അവരുടെ നിർദ്ദേശങ്ങൾ കണക്കിലെടുത്ത്, അല്ലെങ്കിൽ അവരുടെ വിശ്വാസം കണക്കിലെടുത്ത് നടപടികളുമായി മുന്നോട്ട് പോകും. ഒരുപക്ഷെ സർക്കാരിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും അതുതന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഉണ്ടാകാൻ പോകുന്ന വിവാദങ്ങളൊക്കെ ഒഴിവാക്കാനും സർക്കാരിന് കഴിയും. മനു, ക്ഷേത്രങ്ങൾ തങ്ങളുടെ അല്ലെങ്കിൽ RSSൻ്റെ സ്വത്താക്കി മാറ്റാനുള്ള, അല്ലെങ്കിൽ അവരുടെ ആശയപ്രചരണത്തിനുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള നീക്കം സജീവമാണ്. ഒരു നിമിഷം ദിനകർ, ഇപ്പോൾ ശ്രീ KVS ഹരിദാസ് കൂടി നമ്മുടെ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ KVS ഹരിദാസ്, ഇത്തരത്തിൽ ഈ ദേവസ്വം ബോർഡിൻ്റെ അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട് RSSൻ്റെ ഒരു ആധിപത്യം, അല്ലെങ്കിൽ RSS അവിടെ പിടിമുറുക്കുന്നു, അതായത് അവർ അവിടെ ആയുധപുരകളാക്കുന്നു, അല്ലെങ്കിൽ സാധാരണ ഇവരുടെ അണികളല്ലാത്തവർക്ക് അവരുടെ വിശ്വാസങ്ങൾക്ക് അവിടെ പ്രാധാന്യം ലഭിക്കുന്നില്ല തുടങ്ങിയ തരത്തിലുള്ള ഒരുപാട് പരാതികൾ ലഭിച്ചതായാണ് ദേവസ്വം മന്ത്രിയുടെ പ്രതികരണം. താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? അല്ല, ഈ അമ്പലങ്ങളിൽ ആയുധപ്പുരയാക്കുക എന്നുള്ളതൊക്കെ എനിക്ക് തോന്നുന്നില്ല അത്ര ഗൗരവമുള്ള ആക്ഷേപമാണെന്ന്. കാരണം അതൊന്നും ആർക്കും സാധിക്കില്ല. ഇപ്പൊ RSS ചെയ്യുന്നത്, RSSന്റെ ശാഖകൾ നടക്കുന്നുണ്ടാവാം ചിലപ്പോ അമ്പലപ്പറമ്പിലൊക്കെ തന്നെ. എല്ലായിടത്തും ഉണ്ട്. കാരണം അത് ഒരുപാട് ക്ഷേത്രങ്ങളിലും ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പൊതുസ്ഥലങ്ങളിലും ശാഖകൾ നടക്കുന്നുണ്ടാവും. അതിനപ്പുറത്തേക്ക് ആയുധപ്പുരകളാക്കുന്നു എന്നുള്ള ആക്ഷേപം എനിക്ക് തോന്നുന്നില്ല അത്ര ഗൗരവമുള്ളതാണെന്ന്. പക്ഷെ അത് പരിശോധിക്കേണ്ടത് തന്നെയാണ്. അങ്ങനെ എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ നടപടി എടുക്കട്ടെ, അതിനകത്ത് തെറ്റൊന്നും പറയാനില്ല. അത്തരത്തിലുള്ള നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും മന്ത്രി ഈ വിഷയത്തിൽ നമ്മളോട് കള്ളം പറയേണ്ട ഒരു സാഹചര്യമില്ലല്ലോ. അദ്ദേഹം ഇപ്പോൾ ഫേസ്ബുക്ക് അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ആ സംഭവം സംബന്ധിച്ച് അന്വേഷിക്കട്ടെ, സർക്കാർ അന്വേഷിക്കട്ടെ ആ തരത്തില്. കാരണം ക്ഷേത്രം എന്ന് പറയുന്നത് എല്ലാ തരക്കാരും വന്നു പോകുന്ന സ്ഥലമാണ്, അല്ലേ? വിശ്വാസികളുടെ പൊതുസ്വത്താണ്. എല്ലാവരും വരുന്നുണ്ട്. അമ്പലത്തിൽ വിശ്വാസമുള്ളവർക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു മേഖലയും ക്ഷേത്രത്തിലില്ല. അപ്പൊ അവിടെ ആയുധങ്ങളൊന്നും സൂക്ഷിക്കാൻ ആരെ കൊണ്ട് സാധിക്കില്ല. നമുക്കൊക്കെ അറിയാം. കാരണം അങ്ങനെയൊക്കെ സൂക്ഷിച്ചാൽ അത് എന്നേ വിവാദമാകുമായിരുന്നു, യാതൊരു സംശയമില്ല അതിനകത്ത്. ഇപ്പോൾ ശരി, സമ്മതിച്ചു. താങ്കളുടെ ആ വാദം ഞാൻ അംഗീകരിക്കുന്നു. ശരി, താങ്കൾ പറഞ്ഞു അവിടെ ശാഖകളൊക്കെ ഒരു പക്ഷേ നടക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മുടെ ഈ ദേവസ്വം ബോർഡിന് കീഴിലുള്ള അമ്പലങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ അത് ദേവസ്വം ബോർഡിന് കീഴിലുള്ളതല്ല, മൊത്തത്തിലെ എല്ലാ ആരാധനാലയങ്ങളും ഏത് മതവിഭാഗത്തിൻ്റെതാണെങ്കിലും അത് വിശ്വാസികളുടെ പൊതു സ്വത്താണ്. അവിടെ ഈ ശാഖകൾ പോലുള്ള ഈ സംഭവങ്ങൾ പ്രവർത്തിക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയുണ്ടോ? അതിന് RSSന് വേണമെങ്കിൽ അവർക്ക് വേറെ സ്ഥലം കണ്ടുപിടിച്ചു. കാരണം ഈ RSSൽ അവരുടെ ആശയങ്ങളോട് പ്രതിപത്തിയുള്ളവർ മാത്രമല്ലല്ലോ ഈ അമ്പലങ്ങളിൽ വരുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് RSSന്റെ ശാഖകൾ ഈ ക്ഷേത്രങ്ങളില് അനവധി വർഷങ്ങളായിട്ട് നടക്കുന്നതായിരിക്കും. അതാരും തടസ്സപ്പെടുത്തിയിട്ടുണ്ടാവില്ല, അത് അങ്ങനെ തന്നെ നടന്നു പോകുന്നു. അതല്ല ഇനിയിപ്പോ ദേവസ്വം ബോർഡ് അതിനൊരു നിരോധനം ഏർപ്പെടുത്തിയാൽ സ്വാഭാവികമായിട്ടും അവർക്ക് അവിടെ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരും, ഞാനൊരു സംശയമില്ല അതിനകത്ത്. പക്ഷെ വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു സംഭവം അവിടെ നടക്കുന്നത് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാവാൻ വഴിയില്ല. ഏതെങ്കിലും തരത്തിൽ ഉപദ്രവമോ വിഷമോ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ നേരത്തെ തന്നെ പൊതുജനങ്ങളുടെയോ ഭക്തന്മാരുടെ ഭാഗത്ത് നിന്ന് എതിർപ്പുണ്ടാവും. ഇപ്പോൾ തന്നെ താങ്കളൊന്ന് ആലോചിച്ച് നോക്കൂ, ദേവസ്വം ബോർഡില് ഈ പറഞ്ഞ പോലെ RSSനോട് പ്രതിപത്തിയില്ലാത്ത അല്ലെ RSSന്റെ നിലപാടുകളെ എതിർക്കുന്നവര് ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത് വന്നത് ഇത് ആദ്യമായിട്ടായിരിക്കില്ല, മുമ്പും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും അനവധി ക്ഷേത്രങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് കോൺഗ്രസിനും RSSനോട് പ്രതിപത്തിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. RSSന്റെ അനുഭാവികളായിട്ടുള്ള ആൾക്കാർ കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത് കഴിഞ്ഞ ഒരു കാലത്തും വന്നിട്ടുമില്ല.
അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് അല്ല, ഞാൻ എതിർപ്പുണ്ടായിരുന്നു. താങ്കളോട് പറയുന്നത്, അതായത് ശ്രീ കെ വി എസ് ഹരിദാസ്, അതായത് മന്ത്രി നമ്മളോട് പറഞ്ഞത് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പരാതി ലഭിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ. അതായത് ഈ അമ്പലങ്ങളിലെ ആചാരവും വിശ്വാസങ്ങളും അല്ല അവിടെ സംരക്ഷിക്കപ്പെടുന്നത്, അവിടെ നടക്കുന്നത് ഒരു RSS വൽക്കരണമാണ്. അത് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, ഭക്തന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് ഒരാളെങ്കിലും പരാതി നൽകിയാൽ അത് ഗൗരവതരമായ കാര്യമല്ലേ? അല്ല, പരാതി ഉണ്ടെങ്കിൽ പരാതി അന്വേഷിക്കട്ടെ, എനിക്ക് അതിനെക്കുറിച്ച് തർക്കമില്ല. ഞാൻ പറഞ്ഞതല്ല, ദേവസ്വം ബോർഡിന് പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ, സർക്കാരിന് പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കാനുള്ള ഒരു സംവിധാനം സർക്കാരോ ദേവസ്വം ബോർഡോ ഉണ്ടാക്കട്ടെ, അതിനെക്കുറിച്ച് തർക്കമില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാനുള്ള സാധ്യത ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. എനിക്കറിയില്ല അതെന്തുകൊണ്ടാണ്. കാരണം ഈ RSS ശാഖകൾ ഇന്നോ ഇന്നലെ ആയിരിക്കില്ല തുടങ്ങിയിട്ടുണ്ടാവുക. അനവധി വർഷമായിട്ട്. ശ്രീ കെ വി സരിദാസ്, ഒരു നിമിഷം തുടരാമോ താങ്കൾ? ദയവേത് ലൈനിലും തുടരുക. ഇപ്പോൾ ശ്രീ എൻ ഷംസീർ കൂടി ചേരുന്നുണ്ട്. ശ്രീ എൻ ഷംസീർ, ഇത്തരത്തിൽ ഈ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് RSS വൽക്കരണം, അവിടെ ആയുധപ്പുരകളാക്കി മാറ്റുന്നു എന്ന തരത്തിൽ പരാതികൾ ലഭിച്ചിരിക്കുന്നു, സാധാരണ വിശ്വാസികൾക്ക് അവിടെ വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു എന്ന തരത്തിൽ പരാതി ലഭിച്ചിട്ടുണ്ട്, അതിനെതിരെ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് മന്ത്രി കടകംപള്ളി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? തീർച്ചയായും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും ശരിയാണ്. അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് RSSന്റെ ആയുധ പരിശീലനവും ശാഖയും നടക്കുകയാണ്. ഇപ്പൊ കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് അത്തിയാറക്കാവിൽ ബോംബ് പൊട്ടി 2 RSSകാർ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചിരുന്നു. RSS വൽക്കരണമാണ് ശാഖകൾ നടന്നുകൊണ്ട് അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും വിശ്വാസികൾക്ക് സ്വതന്ത്രമായി കടന്നു കയറാൻ പോലും സാധിക്കാത്ത സാഹചര്യങ്ങൾ ചില അമ്പലങ്ങൾക്കകത്തും എന്തെങ്കിലും ഉണ്ട്. തീർച്ചയായും അതിനെക്കുറിച്ച് അദ്ദേഹം നടത്തിയ, കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി നടത്തിയ പരാമർശം പൂർണ്ണമായും ശരിയാണ് എന്ന പക്ഷക്കാരൻ തന്നെയാണ് ഞാൻ. അതിനെതിരെ കർശന നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടണം. അമ്പലങ്ങളിൽ വിശ്വാസികൾക്ക് സ്വതന്ത്രമായി കടന്നുപോകാൻ സാധിക്കണം. പലപ്പോഴും ചില അമ്പലങ്ങളിലെങ്കിലും അങ്ങനെ കടന്നുപോകാൻ സാധിക്കാത്ത സാഹചര്യം ഇപ്പോഴുണ്ട്. അതിന് പരിഹാരമുണ്ടാക്കാനുള്ള ഈ ശ്രമത്തെ, ദേവസ്വം വകുപ്പ് മന്ത്രി നടത്തിയ ശ്രമത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇവിടെ ശ്രീ കെ വി എസ് ഹരിദാസിനെ പോലുള്ള ചിലർ പറയുന്നുണ്ട്, ശ്രീ ഷംസീർ, അതായത് ഈ ശാഖകൾ എന്ന് പറയുന്നത് അത് വർഷങ്ങളായി തുടർന്നു പോരുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ ആദ്യമായിട്ടല്ല ഈ നേരത്തെ LDF സർക്കാർ വന്നിട്ട് UDF സർക്കാരൊക്കെ ഭരിച്ചിട്ടുണ്ട്, പക്ഷേ അന്നൊന്നും ഉണ്ടാകാത്ത പരാതികളാണ് ഇവിടെ ഉണ്ടാകുന്നത് എന്നൊക്കെ ചില ആരോപണങ്ങൾ കൂടി വരുന്നുണ്ട്. അതും കൂടി പരിശോധിക്കണ്ടേ? പൂച്ചക്കാർ മണികെട്ടും എന്ന് പറഞ്ഞ പോലെ മണികെട്ടാൻ തയ്യാറെടുത്തിരിക്കുന്നു. ചോദ്യമുണ്ടല്ലോ ഇവിടെ, പൂച്ചക്കാർ മണികെട്ടും എന്നുള്ള ചോദ്യം. അതായത് നടപടിയെടുക്കാനുള്ള ഒരു ഇച്ഛാശക്തി ഇപ്പോൾ ഉണ്ട്. അതെ, ഇച്ഛാശക്തിയുണ്ട്. ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അത്തരം ഒരു നിലപാടുമായി മുന്നോട്ട് പോയാൽ അതിനെ കേരളത്തിലെ വിശ്വാസി സമൂഹം പിന്തുണക്കും. പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. കാരണം അത്രമാത്രം RSSന്റെ ഭീഷണിയും RSSന്റെ ഭയപ്പെടുത്തലും RSSന്റെ അമ്പലങ്ങൾ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. RSS അവരുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കട്ടെ, അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ട സംഘടന അല്ലല്ലോ. അമ്പലങ്ങൾ വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കേണ്ട കേന്ദ്രങ്ങളാണ്, വിശ്വാസം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകേണ്ട കേന്ദ്രങ്ങളാണ്. അവിടെ ഇപ്പോൾ CPIM, നിങ്ങൾക്കറിയാം, വിശ്വാസികളിൽ ഭൂരിഭാഗ പേരും ഇടതുപക്ഷ രാഷ്ട്രീയമായി യോജിച്ച് പ്രവർത്തിക്കുന്നവരുണ്ട്. അത്തരം ആളുകൾ ഇപ്പോൾ ശ്രീ പി ജയരാജൻ കൂടി നമ്മുടെ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ പി ജയരാജൻ, ഒരുപക്ഷെ താങ്കൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിൽ പറയാൻ കഴിയും, കാരണം താങ്കൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അടുത്തറിയാവുന്ന വ്യക്തി കൂടിയാണ്. അവരുടെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിലെങ്കിലും ഈ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് RSS വൽക്കരണം നടക്കുന്നു, ഈ ശാഖകൾ കേന്ദ്രീകരിച്ച് ആയുധങ്ങളടക്കമുള്ള കാര്യങ്ങൾ സംഭരിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അതിനൊക്കെതിരെ കർശന നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ദേവസ്വം മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. താങ്കൾ ഇതിനെ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? ഒന്നാമതായിട്ട്, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിയമസഭാംഗമായിരുന്ന സമയത്ത് നിയമസഭയിലും പിന്നീട് ദേശാഭിമാനി പത്രത്തിൽ എഴുതിയിട്ടുള്ള ലേഖനത്തിലും പറഞ്ഞ ഒരു കാര്യമാണ്, ഈ ക്ഷേത്രങ്ങള്, ആരാധനാലയങ്ങൾ പൊതുവെ ഇത്തരം ശക്തികള് കൈയടക്കി അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഒഴിവാക്കണം. ഇപ്പൊ ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി ഇതുപോലെയുള്ള വർഗീയ ശക്തികൾ ആരാധനാലയങ്ങൾ ഇടപെടുന്നതിനെതിരായിട്ടുള്ള ശക്തമായിട്ട് നടപടിയെടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഒരു മതനിരപേക്ഷത അംഗീകരിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയാണ് കാണിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് 1989 മറ്റോ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള നിയമമുണ്ട്, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രിവെൻഷൻ ഓഫ് മിസ്യൂസ് ആക്ട് എന്നാണ് അതിന്റെ പേര്. അത് സുവർണ ക്ഷേത്രത്തിലെ ഏറ്റുമുട്ടലിനെ തുടർന്നാണ് പാർലമെന്റ് ആ നിയമം പാസാക്കിയത്. സിഖ് മത രാഷ്ട്രം പ്രഖ്യാപിച്ച ഖലിസ്ഥാൻ ഭീകരവാദികൾ സിഖ് മതസ്ഥന്മാരുടെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള സുവർണക്ഷേത്രം കൈയടക്കിക്കൊണ്ട് അവിടെ നിന്ന് ഈ ഭീകരവാദികൾ ആയുധവുമായിട്ട് ഇന്ത്യൻ പട്ടാളവുമായി ഏറ്റുമുട്ടുന്ന ഒരു ദുരവസ്ഥയുണ്ടായി. അത്തരമൊരു സാഹചര്യത്തിലാണ് രാജ്യത്താകെ ആരാധനാലയങ്ങൾ
ഇത്തരം ശക്തികളിൽ നിന്ന് മോചിപ്പിക്കണം എന്നുള്ള ആവശ്യം ഉയർന്നു വന്നത്, അഭിപ്രായം ഉയർന്നു വന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പാർലമെന്റ് ഇത്തരം ഒരു നിയമം പാസാക്കിയത്. ആ നിയമത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, ആരാധനാലയങ്ങൾക്കകത്തുള്ള രാഷ്ട്രീയ പ്രവർത്തനം ശിക്ഷാർഹമായിട്ടുള്ള കുറ്റമായിട്ടാണ് ആ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതനുസരിച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഈ ആരാധനാലയങ്ങളെ ഈ വിധം ദുരുപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്ന ശക്തി RSS ആണ്. നേരത്തെ RSS കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിൽ അവര് ക്ഷേത്രമുറ്റത്താണ് RSSന്റെ ആയുധ പരിശീലനം എന്ന് പറഞ്ഞാൽ ദണ്ഡയും മറ്റും എടുത്ത് വീശി ജനക്കൂട്ടത്തെ അടിച്ചോടിക്കുന്ന ലാത്തിച്ചാർജ് സമ്പ്രദായം പരിശീലിപ്പിക്കുന്ന കളരികളായിട്ട് ക്ഷേത്രമുറ്റങ്ങൾ അവരന്ന് ദുരുപയോഗിച്ചിരുന്നു. ഇതിനെതിരായിട്ട് വിശ്വാസികൾക്കിടയിൽ തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധം വന്നു. അതിനെ തുടർന്ന് അമ്പലമുറ്റത്ത് നിന്ന് RSSന്റെ ശാഖാപ്രവർത്തനം ഒഴിവാക്കി. പക്ഷെ അത് കേരളത്തിലെ ആകെ നടപ്പായി എന്ന് പറഞ്ഞുകൂടാ. ഇപ്പോ ഞാൻ തന്നെ നേരത്തെ ദേശാഭിമാനി ലേഖനത്തിൽ വ്യക്തമാക്കിയത്, ഈ തിരുവിതാംകൂറിൽ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ, പ്രത്യേകിച്ച് ഞാൻ ഒരിടത്ത് പോയി പത്തനംതിട്ടയിലെ ചില ക്ഷേത്രങ്ങളുടെ പരിസരത്തിൽ പോയപ്പോ ആ ക്ഷേത്രങ്ങൾക്കകത്ത് RSSന്റെ ആഫീസ് പ്രവർത്തിക്കുകയാണ്. RSS എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ ഒരു പൊതുവായ സംഘടനയല്ല, ഒരു ഫാസിസ്റ്റ് സ്വഭാവമുള്ള ശക്തിയാണ്. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സായുധ സേനയാണ്, സ്വകാര്യ സായുധ സേനയാണ്. ജനാധിപത്യ വ്യവസ്ഥക്ക് നിരക്കാത്ത നിലയിലാണ് അതിന്റെ പ്രവർത്തനം. അതിലെ ചില തസ്തികളിലുള്ളവര് രഹസ്യമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിലെ പോലീസ് സേനയിലെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് പോലും തിരിച്ചറിയാത്ത വിധത്തിൽ ആയുധ പരിശീലനം മാത്രമല്ല ഇത്തരം സ്വകാര്യ സേനയുടെ നേതാക്കന്മാർ പ്രവർത്തിക്കുകയാണ്. അവരുടെ പേരാണ് പ്രചാരകന്മാർ. ഇത്തരം രഹസ്യമായി പ്രവർത്തിക്കുന്ന പ്രചാരകന്മാരുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രമുറ്റത്തുള്ള ആഫീസുകളിൽ എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിന്റെ സ്വത്തായിട്ടുള്ള ആഫീസുകളിൽ തന്നെ RSSന്റെ ആഫീസ് പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് ഫലപ്രദമായിട്ടുള്ള നടപടി എടുക്കുന്ന കാര്യത്തിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഇവിടെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കണമെങ്കിൽ ആരാധനാലയങ്ങൾ ഇത്തരം ശക്തികളിൽ നിന്ന് മോചിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അക്കാര്യത്തിലുള്ള ഉറച്ച നിലപാടാണ് ഇപ്പൊ ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. സ്വാഗതാർഹമായിട്ടുള്ള നടപടിയാണ്. മതനിരപേക്ഷ സമൂഹം ഇതിനെ ശക്തമായി പിന്തുണക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും ശ്രീ പി ജയരാജൻ, അത്തരത്തിൽ മതനിരപേക്ഷ സമൂഹം അതിനെ തീർച്ചയായിട്ടും പിന്തുണയ്ക്കും. പക്ഷേ ഇത്തരത്തിലൊരു നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ RSS ഉയർത്താൻ പോകുന്ന പ്രതിരോധം എന്ന് പറയുന്നത് ഇവരുടെ ചില ശക്തി കേന്ദ്രങ്ങളെങ്കിലും ഉണ്ടാകുമല്ലോ, അവിടെ വിശ്വാസികൾ, അതായത് ഈ അമ്പലത്തിന് നേരെയുള്ള നടപടിയാണ് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് നേരെ ഉണ്ടാകുന്ന നടപടിയാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ ഇളക്കിവിടാനായിരിക്കും ഇവർ സ്വാഭാവികമായും ശ്രമിക്കുക. അതിനെ എങ്ങനെ മറികടക്കാൻ കഴിയും? അല്ല, ഇപ്പോ നമ്മുടെ സംസ്ഥാനത്ത് ഈ കഴിഞ്ഞ 24 മുതൽ 28 വരെ വിപുലമായിട്ടൊരു പരിപാടി നടത്തിയല്ലോ. ശ്രീകൃഷ്ണ ഭക്തന്മാരും വിശ്വാസികളും അഷ്ടമിരോഹിണി ദിവസം അമ്പലത്തിനകത്തെ പ്രാർത്ഥനയിലാണ് പങ്കെടുക്കേണ്ടത്. അതിനെ പുറത്തു കൊണ്ടുവരുന്നത് ശരിയല്ല എന്നുള്ള ശക്തമായിട്ടുള്ള നിലപാട് മതനിരപേക്ഷ സമൂഹം സ്വീകരിച്ചല്ലോ. അപ്പൊ അതിൽ വിശ്വാസികളടക്കം പങ്കെടുത്തു. അപ്പോ അമ്പലത്തിനകത്തുള്ള അഷ്ടമിരോഹിണി പൂജയിൽ പങ്കെടുത്ത ആളുകൾ തന്നെ ഇത്തരം മതനിരപേക്ഷമായിട്ടുള്ള ഘോഷയാത്രയിൽ പങ്കെടുക്കുകയും മതഭ്രാന്തന്മാർ ഈ ശ്രീകൃഷ്ണ ജയന്തിയെ ഹൈജാക്ക് ചെയ്യുന്നതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചല്ലോ. അപ്പോ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ RSS ശ്രമിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി കേരളത്തിലെ മതനിരപേക്ഷ സമൂഹത്തിനുണ്ട്. ശക്തമായിട്ടുള്ള നിലയിൽ വിശ്വാസികൾ മാത്രമല്ല, ആത്മീയ നേതാക്കന്മാർ, അതായത് ഹിന്ദു മതത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആത്മീയ നേതാക്കന്മാരടക്കം ഇതിനെതിരായിട്ട് അണിനിരക്കും എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും വളരെയധികം നന്ദി ശ്രീ പി ജയരാജൻ, ശ്രീ AN ഷംസീർ, ഒപ്പം തന്നെ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, ശ്രീ KVS ഹരിദാസ്. ഒരു അവസരത്തിൽ മന്ത്രിയുടെ ഈ ഒരു പ്രതികരണത്തോട് ഞങ്ങളോടൊപ്പം പ്രതികരിച്ചതിന് വളരെയധികം നന്ദി പങ്കെടുത്ത എല്ലാവർക്കും.